കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഇന്നും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് പറയത്തക്ക രീതിയിൽ ദൈവം നമ്മളിൽ വൻ കാര്യങ്ങളെ ചെയ്യും. ദൈവമാണ് നമ്മളെ നടത്തുന്നതെങ്കിൽ ചെയ്യുന്നതെല്ലാം വലിയ കാര്യമാണ്. ചെറിയ കാര്യമൊന്നും ദൈവത്തിനില്ല, എല്ലാം വലിയ കാര്യങ്ങളാണ്. യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവീൻ, അവിടുന്ന് ശ്രേഷ്ഠമായി ചെയ്തിരിക്കുന്നു എന്ന് യെശയ്യാപ്രവചനത്തിൽ വായിക്കുന്നു. ദൈവം ചെയ്യുന്ന ശ്രേഷ്ഠമാണ്, വൻ കാര്യങ്ങളാണ്, അത്ഭുത പ്രവൃത്തികളാണ്. ഞാൻ നിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് ധ്യാനിക്കുമെന്ന് വചനം പഠിപ്പിക്കുന്നത് പോലെ ദൈവത്തിന്റെ പ്രവൃത്തികൾ അത്ഭുതങ്ങളാണ്. നമ്മുടെ മൈൻഡിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത പ്രവൃത്തികൾ. ദൈവം തന്റെ നാദം അതിശയമായി മുഴക്കുന്നു. നമുക്ക് ഗ്രഹിച്ചുകൂടാത്ത വൻ കാര്യങ്ങൾ ചെയ്യുന്നു. ആ ശബ്ദം ഇന്നും നമുക്ക് വേണ്ടി മുഴക്കുമ്പോൾ, പുറപ്പെടുമ്പോൾ ഗ്രഹിച്ചുകൂടാൻ പറ്റാത്ത, ഉൾക്കൊള്ളാൻ പറ്റാത്ത വൻ കാര്യങ്ങൾ അവിടുന്ന് നമുക്ക് വേണ്ടി ചെയ്യും എന്നുള്ളതിന് സംശയമില്ല. ഇന്നലകളെ തിരിഞ്ഞു നിന്നിട്ട് ദൈവത്തിന് നന്ദി പറയാൻ തയ്യാറാവണം. അങ്ങ് ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ വിചാരങ്ങളും വളരെയാകുന്നു. ഞാനവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമായിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ എണ്ണമറ്റ വിടുതലുകളും നന്മകളും ദൈവിക പ്രവൃത്തികളും ഓർത്ത് എന്നും നന്ദി പറയാൻ, ദൈവത്തെ സ്തുതിക്കാൻ നമുക്കിടയാവണം. യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അവിടുന്ന് വിളിച്ചു പറഞ്ഞ് ഞാൻ പ്രവർത്തിക്കും, ആരും തടുക്കും. ദൈവം പ്രവർത്തിച്ചാൽ, പ്രിയ സഹോദരങ്ങളെ, അതിനെ തടയാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ കരം ഇന്നും നമുക്ക് വേണ്ടി വെളിപ്പെടുത്തും. ദാസന്മാരുടെ കണ്ണജമാന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണജമാൻത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ നമ്മുടെ കണ്ണുകൾ നമ്മുടെ ദൈവമായ യഹോവയിലേക്ക്, അവിടെ നമ്മളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിപ്പാൻ ഇടയാവണം. ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് നിർത്തരുത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. സക്കരിയാവിനോട് പറഞ്ഞതുപോലെ, സക്കരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറയുന്ന ദൈവശബ്ദം നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം 12-ാമത് വാക്യം. ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. എന്തു ചെയ്യേണ്ടു എന്ന് അറിയുന്നത്, എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അങ്ങനെ അടുത്ത വാക്കുകൾ യഹൂദിയരൊക്കെയും അവരുടെ കുഞ്ഞുങ്ങളോടും ഭാര്യമാരോടും മക്കളോടും കൂടെ യഹോവയുടെ സന്നിധിയിൽ നിന്നു. നമുക്കറിയാം, മോവാബ്യരും അമ്മോന്യരും മെയൂന്യരും യഹോശാഫാത്തിനെതിരെ യുദ്ധത്തിന് വന്നു. ചിലർ വന്ന് യഹോശാഫാത്തിനോട് പറഞ്ഞു, വലിയൊരു സമൂഹം കടലിനക്കരെ നിന്ന് അരാമിൽ നിന്ന് നിന്റെ നേരെ വരുന്നു. യഹോശാഫാത്ത് ഭയപ്പെട്ടു, യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു. യഹൂദയിലൊക്കെയും ഉപവാസം പ്രസിദ്ധം ചെയ്തു. സഹോദരങ്ങളെ, അങ്ങനെ ദൈവം തന്റെ ജനത്തിന് കൈവശമാക്കി കൊടുത്ത 11-ാം വാക്യം ശ്രദ്ധിക്കുക. നീ ഞങ്ങൾക്ക് കൈവശമാക്കി തന്ന നിന്റെ അവകാശത്തു നിന്ന് ഞങ്ങളെ നീക്കിക്കളയാൻ വലിയൊരു സമൂഹം വന്നിരിക്കുന്നു. ഇനിയുമാണ് നമ്മുടെ കുറിവാക്യത്തിന്റെ പ്രസക്തി. ഞങ്ങളുടെ ദൈവമായ യഹോവേ, അവരെ ന്യായം വിധിക്കുകയില്ലയോ?
ഞങ്ങളുടെ നേരെ വരുന്ന ഈ സമൂഹത്തോട് മാനുഷ്യമായിട്ട് എതിർത്ത് നിൽപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? ദൈവത്തോട് ചോദിക്കുക. പ്രിയരെ, ചില വിഷയങ്ങളിൽ മാനുഷ്യമായ ബലം നഷ്ടപ്പെടുമ്പോൾ, ധൈര്യം നഷ്ടപ്പെടുമ്പോൾ, മൂവ് ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ എങ്ങനെയായിത്തീരുമെന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കണം, കർത്താവെ എന്ത് ചെയ്യണം? അങ്ങനെ അവർ എല്ലാവരും, അപ്പനും മക്കളും സമൂഹമൊക്കെ യഹോവയുടെ സന്നിധിയിൽ നിന്നു. പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവത്തോട് ചോദിക്കണം എന്ത് ചെയ്യണം. നമുക്കറിയാം, ബലമില്ലാതാവോളം ദാവീദിന് കരയേണ്ടി വന്നൊരു സന്ദർഭമുണ്ടായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട, തന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം പിടിച്ചുകൊണ്ടുപോയി, തകർക്കപ്പെട്ടു, തന്നെ കല്ലെറിയാൻ നിൽക്കുന്ന ഒരു സമൂഹം. അവിടെ താൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഞാൻ എന്ത് ചെയ്യണം? ഈ പരീക്ഷയെ പിന്തുടരണമോ? നോക്കൂ, എന്ത് ചെയ്യണമെന്നറിയാതെ ചിന്തിക്കുന്ന വിഷയത്തിൽ ദൈവത്തോട് ആലോചന ചോദിച്ച് മുട്ടുമടക്കി എപ്പോഴും ധരിച്ച് ദൈവം പാകെ സമർപ്പിക്കപ്പെട്ട ആ മനുഷ്യനോട് ദൈവം പറഞ്ഞു, നീ പിന്തുടരുക, അവരെ നീ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, നീ തിരിച്ചു വിളിക്കും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ അവകാശത്തിന്മേൽ വന്ന് വെല്ലുവിളിക്കുന്ന ചില ശക്തികളെ കണ്ട് ഭയപ്പെടാതെ ദൈവവും പാകെ ചോദിക്കൂ, ദൈവമേ, ഞങ്ങൾ എന്ത് ചെയ്യണം? അവിടുത്തെ സന്നിധിയിൽ നിൽക്കാൻ തയ്യാറാവണം. നിന്നപ്പോൾ ലേവ്യന്റെ മേൽ പരിശുദ്ധാത്മാവ് വരികയാണ്. എന്നിട്ട് അതിന്റെ 17-ാം വാക്യം, ഈ യുദ്ധത്തിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് നൽകുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഭയപ്പെടരുത്, അവരെ ഭ്രമിക്കരുത്. യഹോവ നിങ്ങളോട് കൂടെയുണ്ട്. എന്ത് ചെയ്യണം എന്നറിയാതെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്ന ജനത്തോട് ദൈവാത്മാവിന് പറയാനുള്ളത്, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിൽക്കുന്നവരോട് പറയാനുള്ളത്, യഹോവ നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ മൂവ് ചെയ്യണം. നിങ്ങൾ ദൈവസന്നിധിയിൽ നിൽക്കണം. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കണം. നമുക്കറിയാം, സോദോമും ഗൊമോറയും കത്തുമ്പോഴും അബ്രഹാം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നു തന്റെ സഹോദരപുത്രനെ രക്ഷിക്കാൻ. ആ 18-ാമത്തെ അവസാന വാക്യം വായിക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗത്തോടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് അബ്രഹാം ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി വെളിപ്പെട്ടു വരാൻ വേണ്ടി ദൈവത്തോട് ആലോചന ചോദിച്ച അബ്രഹാം പരാജയപ്പെട്ടില്ല. അതിന്റെ തുടക്കം വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കോ. ദൈവസന്നിധിയിൽ അബ്രഹാം നിൽക്കുകയാണ്. അതിന്റെ 33-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവ അബ്രഹാമിനോട് അരുളിച്ചെയ്ത് തീർന്ന ശേഷം അവിടെ നിന്ന് പോയി. അബ്രഹാമും തന്റെ സ്ഥലത്തേക്ക് പോയി. ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിച്ചതിന് ശേഷം, ദൈവശബ്ദം കേട്ടതിന് ശേഷം എഴുന്നേൽക്കാവൂ. ദൈവമേ, ഈ വിഷയത്തിൽ അങ്ങ് എന്താണ് പറയുന്നത്? ഈ വിഷയത്തിൽ അങ്ങയുടെ ശബ്ദം എന്താണ്? അങ്ങയുടെ വഴി എന്താണ്? ഒന്ന് കാണിക്കണേ. ഞങ്ങൾക്ക് അറിയത്തില്ല, എങ്ങനെ മുമ്പോട്ട് പോകണമെന്നറിയില്ല, എന്ത് സ്റ്റെപ്പ് എടുക്കണമെന്നറിയത്തില്ല. കൺഫർമേഷൻ ദൈവത്തെങ്കിൽ നിന്ന് വരും. ദൈവം നിങ്ങളോട് സംസാരിക്കും. ഈ പ്രഭാതത്തിൽ അവിടുത്തെ ആത്മാവിന് നിങ്ങളോട് സംസാരിക്കാനുള്ളത്, നമ്മുടെ അവകാശത്തിന്മേൽ കടന്നു കയറാൻ നിൽക്കുന്ന, കീഴടക്കാൻ നിൽക്കുന്ന ദുഷ്ടന്റെ ചില ചെങ്കോടുകൾ ഇന്ന് പകരം ഒടിയാൻ പോകുക. സംശയിക്കരുത്, പതറരുത്, അവിശ്വസിക്കരുത്, ധൈര്യം ചോർന്നു പോകരുത്. ദൈവത്തോട് ചോദിക്കണം, കർത്താവെ എങ്ങനെ മൂവ് ചെയ്യണം, എങ്ങനെ ഇതിനെ ഫേസ് ചെയ്യണം? ദൈവം നിങ്ങൾക്ക് വഴി പറഞ്ഞു തരും. ദൈവാത്മാവ് ഹൃദ്യമായി നിങ്ങളോട് ഇടപെടും. ദൈവസന്നെ നിൽക്കണം, മുട്ടുമടക്കണം. ദൈവം നിങ്ങൾക്ക് വലിയൊരു ജയം നൽകും. കാരണം യഹോവ നിങ്ങളോട് കൂടെയുണ്ട്. ഒന്നുകൂടി പറഞ്ഞാൽ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ദൈവത്തോട് ചോദിക്കും, കർത്താവെ, ഞങ്ങളുടെ തലമുറയുടെ വിഷയത്തിൽ, ഞങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന ആഴമായ വിഷയത്തിൽ, മൂവ് ചെയ്യാൻ കഴിയാത്ത ചില വിഷയം, ഇതിൽ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? ദൈവം നിങ്ങളോട് സംസാരിക്കും. അവിടുത്തെ മാറ്റമില്ലാത്ത ശബ്ദം നിങ്ങളെ കേൾപ്പിക്കും. അതിനനുസരിച്ച് മനുഷ്യ ശബ്ദമല്ല, നിങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവ ശബ്ദമാണ്. നിങ്ങൾക്ക് കരുത്ത് നൽകുന്ന ഉയരത്തിലെ ശബ്ദമാണ്.
പരിശുദ്ധാത്മാവാണ് നിങ്ങളോട് മുമ്പോട്ട് പോകാൻ പറയുന്നതെങ്കിൽ സംശയിക്കാതെ മുമ്പോട്ട് പോകൂ. ദൈവം ഇന്ന് പകൽ നിങ്ങളെ സഹായിക്കും. അവിടെ നിങ്ങളെ ശക്തീകരിക്കും, സൗഖ്യമാക്കും, വഴി തുറക്കും. ചിലത് തിരിച്ചു പിടിക്കാൻ ദൈവം ഇടം നൽകാൻ പോകുകയാണ്. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ഞങ്ങളുടെ ആലോചനയ്ക്കായി സ്തോത്രം. വലിയ സമൂഹത്തോട് എതിർത്ത് നിൽപ്പാൻ കഴിയാതെ എന്ത് ചെയ്യേണ്ടു എന്ന് ദൈവത്തോട് ആലോചന ചോദിച്ച ജനം ദൈവസ്ഥലത്തിൽ നിന്നപ്പോൾ ദൈവം അവരോട് കൂടെ ഉണ്ടെന്നും അവർക്ക് വേണ്ടി ദൈവയുദ്ധം ചെയ്യുമെന്നും സ്ഥിരമായി നിന്ന് ദൈവത്തിന്റെ രക്ഷ കാണുവാൻ അവിടുത്തെ ആത്മാവ് ഇന്ന് പകലിൽ ഞങ്ങളോട് സംസാരിച്ചതിന് സ്തോത്രം. ഈ ബലത്തോടെ ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. കർത്താവെ, ഞങ്ങളെ സംശയിക്കാതെ മൂവ് ചെയ്യുന്നു. ഞങ്ങളുടെ വാഗ്ദത്തങ്ങളെ എത്തിപ്പിടിക്കുവാൻ, തിരിച്ചു പിടിക്കേണ്ടതിനെ തിരിച്ചു പിടിക്കാൻ, മടക്കി കൊണ്ടുവരേണ്ടതിനെ മടക്കി കൊണ്ടുവരാൻ ഇന്ന് പകൽ ഞങ്ങളുടെ മേൽ ചൊരിയുന്ന ദൈവിക അനോയിന്റിങ്ങിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രസൻസിനകത്ത് നിൽക്കാൻ ഞങ്ങളെ എല്ലാം ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കും. സകല മഹത്വവും തൃപ്പാദത്തിങ്കൽ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണം. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ചൈതത്തോടെ മുമ്പോട്ട് പോകൂ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം, നമ്മുടെ ദൈവം വിടുതന്റെ ദൈവം. ഈ വചനങ്ങൾ അവരോട് സഹായിക്കട്ടെ. ക്രിസ്തയേശു നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു.